ഹായ് എവ്രി വൺ, ഡോക്ടർ മഞ്ജുല ഹിയർ. ഇന്ന് നമ്മൾ വളരെ വേഗത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CNS ഡിസോർഡേഴ്സും പിന്നെ എൻഡോക്രൈൻ ഡിസോർഡേഴ്സുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് CNS ഡിസോർഡേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഹെഡ് ഇഞ്ചുറി എന്ന് പറയുമ്പം എന്താണ്? ഹെഡ് ഇഞ്ചുറി തന്നെ പല തരത്തിലുണ്ട്. റിവേഴ്സിബിൾ, അല്ലെങ്കിൽ അതിന് പ്രൈമറി എന്ന് പറയും, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഹെഡ് ഇഞ്ചുറീന്. പിന്നെ റിവേഴ്സിബിൾ ആയിട്ടുള്ളതിന് സെക്കൻഡറി ഇഞ്ചുറി എന്നും പറയും. അപ്പോൾ ഹെമറ്റോമാസ് ഹെഡ് ഇഞ്ചുറിയുടെ കീഴിൽ വരുന്നതാണ് എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമ, സബ് ഡ്യൂറൽ ഹെമറ്റോമ. എക്സ്ട്രാ ഡ്യൂറൽ എന്ന് പറയുമ്പം അതെവിടെയാണ് വരുന്നത്? അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? നമ്മുടെ സ്കള്ളിനും ഡ്യൂറമാറ്റനും ഇടയിൽ കളക്ട് ചെയ്ത് നിൽക്കുന്ന ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയുന്നത്. അതേസമയം ഡ്യൂറമാറ്റൻ്റെ അരക്കിനോയിഡിൻ്റെ ഇടയ്ക്കുള്ളതിന് സബ് ഡ്യൂറൽ ഹെമറ്റോമ എന്നും പറയും. ഇതിനകത്ത് ഏറ്റവും പ്രശ്നക്കാരൻ എന്താണെന്ന് വെച്ചാൽ സബ് ഡ്യൂറൽ ഹെമറ്റോമയാണ്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളതും മോർട്ടാലിറ്റി കൂടുതലുള്ളതും കേട്ടോ. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം. സോ SDH ആണ് പ്രശ്നക്കാരനും പിന്നെ എപ്പോഴും കോമൺ ആയിട്ടുള്ളതും. സോ പേഷ്യൻസ് എങ്ങനെ എന്താ പറയുക, പ്രസൻറ്റ് ചെയ്യുക? ദർ വിൽ ബി ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, അതൊന്ന്. പിന്നെ CSF ലീക്കേജ് ഉണ്ടാകും ഹെഡ് ഇഞ്ചുറിയിൽ. സോ യു മേ ബി ലൈക്ക് നോസിലൂടെയൊക്കെ അതിന് CSF റൈനോറിയ എന്ന് പറയും, നോസിൽ കൂടെ വരുന്നു. അപ്പം നമ്മളൊരു ഗോസ് പാഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മ്യൂക്കസ് ആണോ CSF ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ആ ഗോസ് പാഡിൻ്റെ നടുക്കൊരു ഇങ്ങനെ ഒരു ഹേലോ ഉണ്ടാവും, എന്നിട്ട് അതിൻ്റെ നടുക്കൊരു ചെറിയൊരു റെഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ അത് CSF എന്നും, അതല്ല ആ റെഡ് സ്പോട്ട് ഇല്ലെങ്കിൽ അത് മ്യൂക്കസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ ബാറ്റിൽ സൈനും റക്കൂൺ സൈനുമാണ് CSF ഈ ഹെഡ് ഇഞ്ചുറി ഉള്ളവർക്ക് നമ്മൾ കാണുന്ന സൈൻ. ബാറ്റിൽ സൈൻ എന്ന് പറഞ്ഞാൽ ചെവിയുടെ ബാക്കിൽ നമ്മുടെ മാസ്റ്റോയിഡ് പ്രോസസ്സിൽ കരിനീലിച്ച് കിടക്കും. റക്കൂൺ സൈൻ എന്ന് പറഞ്ഞാൽ കണ്ണിന് ചുറ്റും കരിനീലിച്ച് കിടക്കുന്നു. പിന്നെ ദേ ഓൾസോ എക്സിബിറ്റ് സൈൻസ് ഓഫ് ഇൻക്രീസ്ഡ് ഇൻട്രാക്രീനൽ പ്രഷർ. എന്തൊക്കെയാണ്? ഹെഡേക്ക്, വോമിറ്റിംഗ്, ബ്രാഡികാർഡിയ, ഇതൊക്കെ സൈൻസ് ഓഫ് ഇൻക്രീസ് ഇൻട്രാക്രീനൽ പ്രഷറാണ്. നമ്മൾ എങ്ങനെ പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്യണം? ദ ഹെഡ് ഷുഡ് ബി എലിവേറ്റഡ് ടു 30 degrees സോ ദാറ്റ് ദ ഡ്രെയിനേജ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡ്രെയിനേജ് ആൻഡ് ഡിക്രീസ് ദ ഇൻട്രാക്രീനൽ പ്രഷർ. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഹൈപ്പർ വെന്റിലേഷൻ കൊടുക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ ഒന്നും പാത്തോഫിസിയോളജിയിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല കേട്ടോ. അതിനൊക്കെ സയൻറ്റിഫിക് ബേസും. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹൈപ്പർ വെന്റിലേഷൻ കൊടുക്കുമ്പോൾ ഇൻട്രാക്രീനൽ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു വെച്ചാൽ യു ആർ ട്രൈങ് ടു check out the carbon dioxide. Then monitor for seizures. Okay. Next comes meningitis. Meningitis-ൽ Neisseria meningitidis എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന മെനിഞ്ചൈറ്റിസ് ഉണ്ട്. അതുപോലെ തന്നെ വൈറൽ മെനിഞ്ചൈറ്റിസും ഉണ്ട്. ദെൻ മെനിഞ്ചൈറ്റിസിൽ നമ്മുടെ കീ ഫീച്ചർ എപ്പോഴും നമ്മൾ ഓർക്കാനുള്ളത് കേർണിഗ്സ് ആൻഡ് ബ്രഡ്സിൻസ്കി സൈൻ. ഇവിടെ പടത്തിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കേർണിങ് സൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കാനായിട്ട് KE, കേർണിങ് സൈൻ. നീ എക്സ്റ്റൻഷൻ ഈസ് പെയിൻഫുൾ. രണ്ടിലും Kയും Eയും ഉണ്ട് അല്ലേ? നീ എക്സ്റ്റൻഷൻ ഈസ് പെയിൻഫുൾ ഇൻ കേർണിങ് സൈൻ. ആൻഡ് ബ്രഡ്സിൻസ്കി സൈനിലാണെങ്കിൽ Nഉം Kയും ആണ്. എന്ന് പറഞ്ഞാൽ നെക്ക് ഫ്ലെക്ഷൻ ലീഡ്സ് ടു നീ ഫ്ലെക്ഷൻ. പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കഴുത്ത് ഇങ്ങനെ പിടിച്ച് പൊക്കുമ്പോൾ നീയും കൂടെ ഒപ്പം ഫ്ലെക്സ് ചെയ്യുന്നു കണ്ടോ. ഇങ്ങനെ പൊക്കി കഴിയുമ്പോൾ ഇവിടെ നീയും ഫ്ലെക്സ് ചെയ്യുന്നു. സോ നെക്ക് ഫ്ലെക്ഷൻ ലീഡ്സ് ടു നീ ഫ്ലെക്ഷൻ. ഇതാണ് രണ്ട് സൈൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാതെ അവർക്ക് ഫീവർ ഉണ്ടാവും, നക്കൽ റിജിഡിറ്റി, ഈ നെക്കിൽ ഭയങ്കരമായിട്ട് റിജിഡിറ്റി ഉണ്ടാവും, ഫോട്ടോഫോബിയ ഉണ്ടാവും. പിന്നെ പെറ്റേഷ്യൽ റാഷ്, ഇതാണ് സ്കിന്നിൽ ഇങ്ങനെ റാഷസ് വരുന്നതാണ് പെറ്റേഷ്യൽ റാഷ്. ആൻഡ് ഇറ്റ് ഈസ് വെരി സ്പെസിഫിക് ഓഫ് മെനിഞ്ചോകോക്കൽ. ഓക്കെ, മെനിഞ്ചോകോക്കൽ ബാക്ടീരിയയുടെ സ്പെസിഫിക് ആണ് അത്. മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസിൻ്റെ സ്പെസിഫിക് സൈനാണത്. ഇനി നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? IV ആൻറ്റിബയോട്ടിക്സ്, എസ്പെഷ്യലി സെഫ്ട്രിയാസോൺ, ആംപിസിലിനും കൊടുക്കാം. പിന്നെ ഡെക്സാമെത്തസോൺ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിനാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത് മെനിഞ്ചൈറ്റിസ് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് അല്ലെങ്കിൽ ഐസൊലേഷൻ ആണ് ആവശ്യം. അടുത്തത് സീഷേഴ്സ് അല്ലെങ്കിൽ എപ്പിലെപ്സി. പലതരത്തിലുള്ളതുകൊണ്ട് ഫോക്കലുണ്ട്, ജനറലൈസ്ഡ് ഉണ്ട്. ഫോക്കൽ എന്ന് പറയുമ്പോൾ തന്നെ 2 ടൈപ്പ് ഉണ്ട്, സിമ്പിളും കോംപ്ലക്സ്. സിമ്പിൾ എന്ന് പറയുന്നത് ചെറിയൊരു മസിൽ, ഗ്രൂപ്പ് ഓഫ് മസിൽ മാത്രം
നമ്മൾ സീഷർ എക്സിബിറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ പീപ്പിൾ വിൽ ബി അവെയർ ഓൾസോ. അവർക്ക് മനസ്സിലാവും അവർക്ക് ഇത് ഉണ്ടായി എന്നുള്ളത്. ദേ വിൽ ബി അവെയർ. കോംപ്ലെക്സ് ആകുമ്പോൾ അങ്ങനെയല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ്, ഒരുപാട് മസിൽസ് ഒരു സൈഡിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് തന്നെ അഫക്റ്റഡ് ആവുകയും ആൻഡ് ദേ വിൽ നോട്ട് ബി അവെയർ. ഓക്കെ, ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ആൻഡ് കോംപ്ലെക്സ്. ദേ വിൽ നോട്ട് ബി അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദം. പിന്നെ വരുന്നത് എന്താണ്? ജനറലൈസ്ഡ് സീഷേഴ്സിൽ ടോണിക് ക്ലോണിക്, മറ്റേ ഇങ്ങനെ കൺട്രാക്ഷൻ റിലാക്സേഷൻ ആവുമല്ലോ, ടോണിക് ക്ലോണിക് സീഷറാണ് അത്. പിന്നെ ആബ്സെൻറ്റ് സീഷേഴ്സ് എന്ന് പറഞ്ഞാൽ സീഷർ ഇല്ല, മീൻസ് ഒരു ഇത് കുഞ്ഞു കുട്ടികളിലാണ് വരുന്നത്. ഒരു മൊമെൻ്ററി ആയിട്ട് ദേ ജസ്റ്റ് സ്റ്റോപ്പ് എവറി ആക്ടിവിറ്റി ദാറ്റ് ദേ ആർ ഡൂയിങ് ആൻഡ് ദേ ജസ്റ്റ് ബ്ലിങ്ക്. ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടൊരു സ്റ്റെയർ ഉണ്ടാവും. എന്തെങ്കിലും ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, സഡൻലി എനിക്ക് ആബ്സെൻറ്റ് സീഷേഴ്സ് വന്നാൽ ഞാൻ ഇങ്ങനെ നിൽക്കും. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അത് നേരാവുകയും ചെയ്യും. അതാണ് ആബ്സെൻറ്റ് സീഷേഴ്സ്. കുട്ടികളിലാണ് ഇത് വരുന്നത്. അടുത്തെന്ത്? സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ seizures, if it is staying more than 5 minutes, then it is called status epilepticus. സാധാരണഗതിയിൽ 2 മിനിറ്റ് ഒക്കെ മാക്സിമം ഉണ്ടാവും, 60 seconds to 2 minutes മാക്സ്. പക്ഷേ 5 മിനിറ്റ് കൂടുതൽ ഇങ്ങനെ നിർത്താതെ സീഷേഴ്സ് വരുന്നതാണ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. ഇറ്റ് ഇസ് എ മെഡിക്കൽ എമർജൻസി ബിക്കോസ് ഇറ്റ് കോംപ്രമൈസ്. എന്താ പ്രശ്നം? നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഓക്സിജനേഷൻ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, മെജോറിറ്റി ആൾക്കാർക്കും ഓറ ഉണ്ടാവും. ഓറ എന്ന് പറഞ്ഞാൽ ഈ സീഷേഴ്സ് വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് പ്രത്യേകമായിട്ടൊരു ഫീലിംഗ് ഉണ്ടാവും. എനിക്കിപ്പോൾ വരാൻ പോവുകയാണെന്ന് മനസ്സിലാവും അവർക്ക്. ചില ആൾക്കാർക്ക് ഹെഡേക്ക് ആവാം, ചില ആൾക്കാർക്ക് ഹാലൂസിനേഷൻസ് ആവും, ചില ആൾക്കാർക്ക് സലൈവേഷൻ ഓഫ് ദ മൗത്ത്, അങ്ങനെ എന്തെങ്കിലും ഒരു സൈൻ ഉണ്ടാവുന്നതാണ് ഓറ. പ്രീ മോണിറ്ററി സൈൻ ബിഫോർ ദ സീഷർ ബിഗിൻസ്. പിന്നെ ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ദെൻ ദ ബോഡി ഗോസ് ഇൻ ടു ദ ടോണിക് ക്ലോണിക് മൂവ്മെൻറ്റ്സ്. പിന്നെ ലാസ്റ്റ് എന്താവും? പോസ്റ്റ്-ഇക്ടൽ കൺഫ്യൂഷൻ. ഈ സീഷേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ദേ ഗോ ഇൻ ടു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്. പലർക്കും അത് ആ സീഷർ സ്റ്റേജ് ഓർമ്മയുണ്ടാവില്ല. ദെൻ ദേ ഗോ ടു എ കൺഫ്യൂഷൻ സ്റ്റേറ്റ് ആൻഡ് ഓൾസോ ഗോ ഇൻ ടു സ്ലീപ്പ്. സോ മാനേജ്മെൻറ്റ് എന്താണ്? അക്യൂട്ട് സീഷേഴ്സ് നമ്മൾ ഡയസെപ്പം ആണ് കൊടുക്കുന്നത്. സ്റ്റേറ്റസ് എപ്പിലെപ്റ്റിക്കസിനും ഡയസെപ്പം IV കൊടുക്കും. പിന്നെ ഫെനറ്റോയിൻ ആണ് അടുത്ത ഡ്രഗ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ചോയ്സ്. ക്രോണിക്കിലാണെങ്കിലോ കാർബാമെസെപ്പിൻ ആൻഡ് വാൽപ്രോയേറ്റ് ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. നെക്സ്റ്റ് കമ്മിങ് ടു ഗില്ലൻ-ബാരി സിൻഡ്രോം. ഗില്ലൻ-ബാരി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷന് ശേഷം, എസ്പെഷ്യലി കാമ്പൈലോബാക്ടർ ജെജുനെ, അതാണ് മോസ്റ്റ് കോമൺ ഇൻഫെക്ഷൻ. അതിനുശേഷം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡീമൈലിനേഷൻ ഡിസോർഡറാണ് ഗില്ലൻ-ബാരി സിൻഡ്രോം. ആൻഡ് ഇവിടെ എന്താ? അസെൻഡിങ് പാരാലിസിസ് എന്ന് പറഞ്ഞാൽ കാലിൽ നിന്ന് മുകളിലോട്ട് ആണ് പാരാലിസിസ് തുടങ്ങുന്നത്. ഇവരെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ? വീക്ക്നെസ് ആണ്. പിന്നെ റിഫ്ലെക്സസ് ഒക്കെ ഇല്ലാതെ പോവും. then respiratory failure and autonomic dysfunctions. ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഓർ പ്ലാസ്മ ഫെറസിസ്. ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കുന്നത് ഇത് ഈ ആൻറ്റിബോഡീസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. antibodies which is formed inside in response to this Campylobacter jejuni which destroys the skeletal muscles. അപ്പോൾ ഈ ആൻറ്റിബോഡീസിനൊക്കെ ന്യൂട്രലൈസ് ചെയ്യാനാണ് നമ്മൾ ഇൻട്രാവിനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കുന്നത്. അതുപോലെ പ്ലാസ്മ ഫെറസിസ് എന്തിനാ? ഈ പ്ലാസ്മയിലുള്ള ചീത്ത നമുക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ ബോഡീനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഈ ആൻറ്റിബോഡീസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്മ ഫെറസിസ് നമ്മൾ ചെയ്യുന്നത്. ദെൻ റെസ്പിറേറ്ററി മസിൽസ് ഇൻവോൾവ് ആണെങ്കിൽ വി ഹാവ് ടു പുട്ട് ദം ഓൺ മെക്കാനിക്കൽ വെന്റിലേറ്റർ. അസെൻഡിങ് പാരാലിസിസ് എന്ന് പറഞ്ഞില്ലേ, ഫീറ്റിൽ നിന്ന് മേലോട്ട് വന്ന് റെസ്പിറേറ്ററി മസിൽസ് എത്തുമ്പോൾ അവർക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ ഇടും. അടുത്തത് എന്താ? മൈസ്തീനിയ ഗ്രേവിസ്. അപ്പോൾ ഈ മൈസ്തീനിയ ഗ്രേവിസും ഇതുപോലെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മുടെ ബോഡിയിൽ ആൻറ്റി കോളിനെസ്റ്ററേസ് റിസെപ്റ്റേഴ്സ്, അസറ്റൈൽ കോളിനെസ്റ്ററേസ് റിസെപ്റ്റേഴ്സ്, അസറ്റൈൽ കോളിൻ റിസെപ്റ്റേഴ്സിന് എഗെൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡീസ് ഫോം ചെയ്യും. ഇത് ന്യൂറോമസ്കുലർ ജംഗ്ഷനിലാണ് അസറ്റൈൽ കോളിൻ റിസെപ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ അതിന് എഗെൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡീസ് ഫോം ചെയ്യുന്നതാണ് മൈസ്തീനിയ ഗ്രേവിസിൽ നടക്കുന്നത്. ഇവിടെയും ഭയങ്കര മസിൽസൊക്കെ ഭയങ്കര വീക്കാവുകയും ഫറ്റീഗ്, പെട്ടെന്ന് തന്നെ ക്ഷീണം സംഭവിക്കുകയും ചെയ്യുന്നു. സോ മാനിഫെസ്റ്റേഷൻസ് എന്താ? ടോസിസ്, ഫേസിൽ കണ്ണിൻ്റെ ലിഡ് വീക്കായിട്ട് പാർഷ്യലി മാത്രമേ അത് ക്ലോസ് ചെയ്യുള്ളൂ. അതാണ് ദാറ്റ് ഈസ് കോൾഡ് എസ് ടോസിസ്. പിന്നെ ഡിപ്ലോപ്പിയ,
അതും എഗെയിൻ ഒക്കുലർ മസിൽസിൻ്റെ വീക്ക്നെസ് ആണ് അത് കാണിക്കുന്നത്. ഒരാളെ രണ്ടായിട്ടൊക്കെ കാണും. ഡിസ്ഫേജിയ, ഈ സ്വലോയിങ് നമ്മുടെ ത്രോട്ടിലെ മസിൽസും വീക്ക് ആകുമ്പം അത് ഡിസ്ഫേജിയ അല്ലെങ്കിൽ സ്വലോയിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും. ദെൻ റെസ്പിറേറ്ററി മസിൽ വീക്ക്നെസ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എന്ത് ഡ്രഗ് കൊടുക്കുന്നത്? അസറ്റൈൽ കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്ററാണ് ഈ പിരിഡോസ്റ്റിഗ്മൈൻ എന്ന് പറയുന്ന മെഡിസിൻ. അപ്പോൾ എന്താണ് നമ്മുടെ അസറ്റൈൽ കോളിനെസ്റ്ററേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോളിനെസ്റ്ററേസ് റിസപ്റ്റേഴ്സിന് എഗൻസ്റ്റ് ആയിട്ടുള്ള അറ്റാക്ക് ഒന്ന് കുറയ്ക്കാൻ പറ്റും. പിന്നെ തൈമക്ടമിയും അതുപോലെ തന്നെ ഈ ആൻറ്റിബോഡി പ്രൊഡക്ഷനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈമക്ടമി നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, പ്ലാസ്മഫെറസിസ്, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും നമുക്ക് ഈ ആൻറ്റിജൻസിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കുക, പ്ലാസ്മനെ എടുത്തിട്ട് അതിനകത്തുള്ള അഴുക്ക ആൻറ്റിബോഡീസൊക്കെ നമുക്ക് കളഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അതാണ് പ്ലാസ്മഫെറസിസ്. സോ പലർക്കും ഇത് രണ്ടും തമ്മിൽ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അടുത്ത സ്ലൈഡിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്ത ഡിസീസ് എന്താണ്? പാർക്കിൻസൺസ് ഡിസീസ്. പാർക്കിൻസൺസ് ഡിസീസിൽ എന്താണ് സംഭവിക്കുന്നത്? ഡോപ്പമിൻ ഡെഫിഷ്യൻസിയാണ്. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതും അതുപോലെ ലിവഡോപ്പയുടെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡോപ്പമിൻ ഡെഫിഷ്യൻസിയാണ് ഇവിടെ. നമ്മുടെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാർക്കിൻസൺസിൽ സബ്സ്റ്റാൻഷ്യ നൈഗ്ര ഡിസ്ട്രോയ് ആയിപ്പോവും. അത് കാരണം ഡോപ്പമിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പം മാനിഫെസ്റ്റേഷൻസ് ഇങ്ങനെ പിൽ റോളിംഗ് ട്രെമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരൽ വെച്ചിട്ടിങ്ങനെ ഇതിൻ്റെ ഇടയിലൊരു ഗുളിക വെച്ചിട്ടിങ്ങനെ റോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ റോൾ ചെയ്യുന്ന ഇങ്ങനെ ഉണ്ടാവും. അതുപോലത്തെ ഒരു മൂവ്മെൻ്റാണ് അവർക്ക് കൈകളിൽ എപ്പോഴും ഉണ്ടാവുക. പിന്നെ ബ്രാഡിക്കൈനസ് വളരെ പതുക്കെ സ്ലോ മോഷനിലാണ് നടപ്പ്. പിന്നെ മസിൽസ് എല്ലാം ഭയങ്കര റിജിഡ് ആയിരിക്കും. കാലൊക്കെ എടുത്ത് 100 കിലോ വെയിറ്റുള്ള കാല് പോലെയാണ് എടുത്ത് വെച്ച് നടക്കുന്നത്. പിന്നെ മാസ്ക് ലൈക്ക് ഫേസ്, എന്ത് പറഞ്ഞാലും ഒരു എക്സ്പ്രഷനിൽ ഒരേ ഭാവം മാത്രം. ദെൻ ഷഫ്ലിംഗ് ഗേറ്റ്, നടക്കുമ്പോൾ തന്നെ ഈ റിജിഡിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ആടിയ നടക്കുക. ഷഫ്ലിംഗ് ഗേറ്റ് ആടിയല്ല, ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് ആൻഡ് ഷഫ്ലിംഗ് ഗേറ്റ് എന്ന് നമ്മൾ പറയും. കുഞ്ഞു സ്പേസ് വെച്ചിട്ട് ഒരു ആടിയുള്ള ഒരു നടത്തം. ദെൻ ട്രീറ്റ്മെൻറ്റ് എന്താ? ലീവഡോപ്പ എന്ന് പറയുന്നത് നമ്മുടെ ഡോപ്പമിൻ്റെ പ്രിക്കസറാണ്. ഇത് നമ്മൾ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്തിട്ട് ബ്രെയിനിലേക്ക് പോകാൻ കഴിവുള്ളതാണ് ഈ ലിവഡോപ്പ എന്ന് പറയുന്നത്. അതെപ്പോഴും കാർബിഡോപ്പയോടൊപ്പം തന്നെയാണ് നമ്മൾ കോമ്പിനേഷനായിട്ടാണ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കാർബിഡോപ്പ ഈ ലിവഡോപ്പ ഡോപ്പമിൻ്റെ പ്രിക്കസറാണ്. ഇത് ബ്രെയിനിൽ ചെന്നിട്ട് അത് ഡോപ്പമിനായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് ആവുന്നത്. അപ്പം ഈ പെരിഫറിയിലൊക്കെ വെച്ചിട്ട് ഇത് കൺവേർട്ടായി പോവാതിരിക്കാനാണ് കാർബിഡോപ്പ ആയിട്ട് ചേർത്ത് ഇതിന് കൊടുക്കുന്നത്. സോ ദിസ് ഡ്രഗ് ക്രോസസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഓക്കെ. പിന്നെ നമ്മുടെ ഡോപ്പമിൻ എഗോണിസ്റ്റ്, ഡോപ്പമിൻ പോലെ തന്നെ ഡോപ്പമിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന തരത്തിലുള്ള മെഡിക്കേഷൻസ് ലൈക്ക് പ്രാമിപെക്സോൾ, അതൊക്കെ. സോ ലിവഡോപ്പ കാർബിഡോപ്പ കോമ്പിനേഷൻ മറക്കണ്ട. അടുത്തത് എന്താണ്? സ്പൈനൽ കോഡ് ഇഞ്ചുറി. സ്പൈനൽ കോഡ് ഇഞ്ചുറി കംപ്ലീറ്റും ആവാം, ഇൻകംപ്ലീറ്റും ആവാം. സ്പൈനൽ കോഡ് ഇഞ്ചുറിയിൽ നമ്മൾ ഓർക്കാനുള്ളത് സ്പൈനൽ ഷോക്കും പിന്നെ അതുപോലെ തന്നെ ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയ. സോ ഈ കാര്യങ്ങൾ ഞാൻ പ്രീവിയസ് വീഡിയോസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ. ഒരു 4-5 വീഡിയോസ് ഉണ്ട്. അതിനകത്ത് ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ട്, ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യുമ്പം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതുവരെ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരുന്ന ഷോർട്ട് ക്വിക്ക് റിവിഷൻസിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ തന്നെ ഒത്തിരി ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണേ യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് വാച്ച് ദോസ് വീഡിയോസ്. അപ്പോൾ സ്പൈനൽ ഷോക്ക് എന്ന് പറയുമ്പം അതിൽ നമ്മൾ കാണുന്ന പാരാലിസിസ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മുമ്പ്. എന്ത് തരം പാരാലിസിസ് ആണ് അവിടെ? ഫ്ലാസിഡ് ആണ്. ഫ്ലാസിഡ് പാരാലിസിസ് ആണ് നമ്മുടെ സ്പൈനൽ കോഡ് ഇഞ്ചുറിയിൽ സ്പൈനൽ ഷോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഇത് രണ്ടും തമ്മിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. സ്പൈനൽ ഷോക്കും ന്യൂറോജനിക് ഷോക്കും, അതും ഞാൻ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ന്യൂറോജനിക് ഷോക്ക് എന്ന് പറയുന്ന ഒരു ന്യൂറോജനിക് റീസൺ കൊണ്ട് ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷനും ബ്രാഡിക്കാർഡിയാണ് ന്യൂറോജനിക് ഷോക്ക്.
അപ്പോൾ സ്പൈനൽ കോഡ് ഇഞ്ചുറിയിൽ എന്താണ് സംഭവിക്കുക, എവിടെയാണ് ഇഞ്ചുറി ഉള്ളത് അതിൻ്റെ താഴെ മോട്ടോർ ഫങ്ഷനും സെൻസറി ഫങ്ഷനും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയ, ഇതും ഞാൻ ആ വീഡിയോയിൽ ഓപ്ഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയ എവിടെയാണ് നമ്മുടെ ഇഞ്ചുറി ഉള്ളത് അതിൻ്റെ താഴേക്ക് എല്ലാം എന്താ പറയുക, ഈ ദർ വിൽ ബി നോ, അതിൻ്റെ താഴെയുള്ള നെർവസ് ഇമ്പൾസസ് വിൽ നോട്ട് ബി ക്യാരിഡ് ടു ദ ബ്രെയിൻ ആൻഡ് ഇറ്റ് വിൽ റിയാക്ട് ഇൻ ഓട്ടോണമിക് റിയാക്ഷൻസ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ലൈക്ക് ഹൈപ്പർ ടെൻഷൻ ഒക്കെ. അപ്പം നമ്മളവിടെ ചില കാര്യങ്ങൾ ഇറ്റ് വിൽ ട്രിഗർ ദിസ് ഓട്ടോണമിക് റെസ്പോൺസ്. അതാണ് ആസ് എ നേഴ്സ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയയിൽ ചില കാര്യങ്ങൾ ട്രിഗർ ചെയ്യുന്ന എന്തൊക്കെയാണ്, ഒന്ന് കത്തീറ്റർ ഉണ്ടെങ്കിൽ കിങ്ഡ് കത്തീറ്റർ അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് കത്തീറ്റർ, രണ്ടാമത്തെ ബ്ലാഡർ ഡിസ്റ്റൻഷൻ, മൂന്നാമത്തത് ബെഡ് സോർ അല്ലെങ്കിൽ എനി പെയിൻഫുൾ സ്റ്റിമുലസ്, ഒരു സൂചി കിടന്നാലും അത് അവരുടെ പുറത്തേക്ക് തട്ടിക്കഴിഞ്ഞാലും ഇറ്റ് വിൽ ട്രിഗർ ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയ. കോൺസ്റ്റിപ്പേഷൻ, ഓക്കെ. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയ ട്രിഗർ ചെയ്യുന്നത്. സോ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉള്ളവർക്ക് ഇമ്മൊബിലൈസേഷൻ, പിന്നെ നമ്മുടെ മീഥൈൽ പ്രഗ്നിസോലോൺ ടു റെഡ്യൂസ് ദ സ്പൈനൽ കോഡ് എഡീമ. അടുത്ത കണ്ടീഷന് ട്രൈജെമിനൽ ന്യൂറാൾജിയ. ട്രൈജെമിനൽ ന്യൂറാൾജിയ എന്ന് പറയുമ്പം ട്രൈജെമിനൽ നെർവിൻ്റെ പെയിനാണ്. സോ ക്രേനിയൽ നെർവ് 5 ആൻഡ് ഇറ്റ് കോസസ് യൂണിലാറ്ററൽ ഫേഷ്യൽ പെയിൻ. അതാണ് ഇമ്പോർട്ടൻ്റ് ഇവിടെ. യൂണിലാറ്ററൽ എന്നുള്ള വാക്ക് ഓർക്കുക. യൂണിലാറ്ററൽ ഒരു സൈഡിൽ മാത്രം പെയിൻ, ഭയങ്കര പെയിനാണ്. ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ് അടിച്ച പോലെ, മിന്നലടിച്ച പോലത്തെ വേദന ഉണ്ടാവും. എസ്പെഷ്യലി കോൾഡോ അല്ലെങ്കിൽ ചിലപ്പോൾ ചവയ്ക്കുമ്പോൾ, ഭക്ഷണം ചവയ്ക്കുമ്പോഴോ, ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ, ഫീവറൊക്കെ അതുപോലെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ദിസ് ഗെറ്റ്സ് ട്രിഗേർഡ്, ഈ പെയിൻ ഗെറ്റ്സ് ട്രിഗേർഡ്. സോ ഡ്രഗ് ഓഫ് ചോയ്സ് ഇസ് കാർബാമെസിപ്പിൻ ഓർ ബാക്ലോഫെൻ. അത് പെയിൻ കുറയ്ക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേഴ്സ് കണ്ടീഷനിൽ സർജറി, ദറ്റ് ഈസ് കോൾഡ് ആസ് മൈക്രോവാസ്കുലർ ഡീകംപ്രഷൻ. സോ ഇതാണ് അതിൻ്റെ മാനേജ്മെൻറ്റ്. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്, ബെൽസ് പാൽസി. ബെൽസ് പാൽസി എന്ന് പറയുന്നത് ക്രേനിയൽ നെർവ് 7ൻ്റെ പാൽസിയാണ്. ഇറ്റ് ക്യാൻ ബി വൈറൽ ഇൻഡ്യൂസ്ഡ്. വൈറൽ ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ യൂണിലാറ്ററൽ ഫേസ് ഡ്രോപ്പ്, ഫേസ് ഡ്രൂപ്പ്, ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ഫേസ് ഡ്രൂപ്പായിരിക്കും, ഒരു സൈഡിൽ മസിൽ ഡ്രൂപ്പായിട്ടുണ്ടാവും. ആൻഡ് ഓൾസോ ആ സൈഡിൽ ഇന്നബിലിറ്റി ടു ക്ലോസ് ദി ഐ ആൻഡ് ലോസ് ഓഫ് ടേസ്റ്റ്. ഒരു സൈഡിൽ ഫേഷ്യൽ ഡ്രൂപ്പ്, ഇന്നബിലിറ്റി ടു ക്ലോസ് ദി ഐ ആൻഡ് ലോസ് ഓഫ് ടേസ്റ്റ്. ഇവിടെയും നമുക്ക് പ്രെഡ്നിസോലോൺ കൊടുത്ത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാം, പ്ലസ് ആൻറ്റിവൈറൽ ലൈക്ക് അസൈക്ലോവിർ ക്യാൻ ബി ഗിവൺ. പിന്നെ കണ്ണൊക്കെ തുറന്നിരിക്കുന്നത് കൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അപ്പം നമ്മൾ ഐ പ്രൊട്ടക്ഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഹിയർ, റൈറ്റ്. ഇനി നമുക്ക് ഗില്ലൻ ബാരിയും മൈസ്തീനിയ ഗ്രേവിസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ബിക്കോസ് ഇതൊരു കൺഫ്യൂസിങ് ഏരിയ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് തിരിച്ചു മറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കും. സോ മൈസ്തീനിയ ഗ്രേവിസിൽ എന്താണ്, ഇവിടെ ന്യൂറോ മസ്കുലർ ജംഗ്ഷനാണ് അഫക്റ്റ്. ഇത് രണ്ടും ഓട്ടോഇമ്മ്യൂണാണ്. രണ്ടും ഓട്ടോഇമ്മ്യൂണ്. മൈസ്തീനിയ ഗ്രേവിസിലാണെങ്കിൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷനാണ് അഫക്റ്റഡ്. ഗില്ലൻ ബാരിയിൽ പെരിഫറൽ നെർവ്സ് ആർ അഫക്റ്റഡ്. മൈസ്തീനിയ ഗ്രേവിസ് ആണ് ഗ്രേവിസ് ഗ്രാജുവൽ, അങ്ങനെ ഓർത്താൽ മതി. സോ ഇവിടെ എം ഉണ്ട്, അപ്പം മസ്കുലർ, ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ അങ്ങനെ ഓർക്കാം നിങ്ങൾക്ക്. പിന്നെ ഗ്രേവിസ് ജി ഉണ്ട്, അപ്പോൾ ഗ്രാജുവലാണ് അങ്ങനെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓർക്കുന്നത് ന്യൂറോ മസ്കുലർ ആൻഡ് ഇറ്റ് ഈസ് ഗ്രാജുവൽ ഇൻ ഡെവലപ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ പക്ഷേ ഗില്ലൻ ബാരിയാണ് നേരെ ഓപ്പോസിറ്റ്. പെട്ടെന്ന് തന്നെ അതൊരു അക്യൂട്ടാണ്, പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യും. ഇനി മസിൽ വീക്ക്നെസ്സിനെ പറ്റി പറയുവാണെങ്കിലോ, മൈസ്തീനിയ ഗ്രേവിസിൽ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. കുറച്ച് സമയം ഇങ്ങനെ വീക്ക്നെസ് ആയ പിന്നെ അത് ചിലപ്പോൾ നേരെയാവും, പിന്നെയും വേഴ്സാവും, അങ്ങനെ. സോ ഇറ്റ് വേഴ്സൻസ് വിത്ത് ആക്ടിവിറ്റി. പക്ഷേ ഗില്ലൻ ബാരിയിലാണെങ്കിൽ ഇത് പ്രോഗ്രസീവാണ്, അതുപോലെ തന്നെ സിമെട്രിക്കലാണ്. സിമെട്രിക്കൽ, വെരി ഇമ്പോർട്ടൻറ്റ് ദ ടേം സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും, ബോഡിയുടെ രണ്ട് സൈഡും ഒരുപോലെ വീക്കായിട്ട് വരും. പിന്നെ മൈസ്തീനിയ ഗ്രേവിസിലെ പാറ്റേൺ എങ്ങനെയാണ്, ഡിസെൻഡിങ് ആണ്, എന്ന് പറഞ്ഞാൽ ഫേസ് തുടങ്ങി താഴോട്ടാണ്. അതേസമയം ഗില്ലൻ ബാരിയിലാണ് താഴേന്ന് മേളിലോട്ടാണ്, കാലിൽ നിന്ന് തുടങ്ങി മേളിലോട്ട്. ഓക്കെ, മനസ്സിലായോ? ഇത് അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ ഡ്രൂപ്പിംഗ് ഓഫ് ദ ലിഡൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ടോസിസ് അങ്ങനെയാണ് അവിടുന്ന് ഡിപ്ലോപ്പി ആയിട്ടാണ് തുടങ്ങുന്നത്. സോ താഴേക്ക്. അപ്പം അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മുൻപ് കേട്ടോ. എവിടെയാണ് ആദ്യം തന്നെ
മാനിഫെസ്റ്റേഷൻസ് കാണുന്ന അല്ലെങ്കിൽ വീക്ക്നെസ് കാണുന്നത് എവിടെയാണെന്ന് ചോദിക്കും. അപ്പം മൈസ്തീനിയ ഗ്രേവിസിലാണെങ്കിൽ ടോസിസിൽ തുടങ്ങി അല്ലെങ്കിൽ ഫേസിൽ തുടങ്ങി പിന്നെ ബാക്കി ബോഡി പാർട്സിലോട്ടാണ് താഴോട്ടാണ് പോകുന്നത്. ഗില്ലൻ ബാരിയിൽ റിവേഴ്സാണ്, അസെൻഡിങ് ആണ്. പിന്നെ മൈസ്തീനിയ ഗ്രേവ്സിൽ റിഫ്ലെക്സസ് എല്ലാം നോർമലാണ്, പക്ഷേ ഗില്ലൻ ബാരിയിലാണെങ്കിൽ ആബ്സെൻറ്റ് റിഫ്ലെക്സ് ആണ്, അതിനെ എയർ റിഫ്ലെക്സിയ എന്ന് പറയും. ഇനി ക്രേനിയൽ നെർവ് ഇൻവോൾവ്മെൻറ്റ് ഇസ് കോമൺ ഇൻ മൈസ്തീനിയ ഗ്രേവിസ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഫേസിൽ തുടങ്ങുന്ന ടോസിസ്, ഡിപ്ലോപ്പി, ഡിസ്ഫേജിയ എന്ന് പറഞ്ഞ് താഴോട്ട് പോകും. ഗില്ലൻ ബാരിയിലാണെങ്കിൽ ഫേഷ്യൽ പാൽസി മേ ഒക്കെ, ഇറ്റ് ഈസ് നോട്ട് എ മസ്റ്റ്, പക്ഷേ ചിലപ്പോൾ വരാം, അത്ര തന്നെ. പിന്നെ മൈസ്തീനിയ ഗ്രേവിസിലാണെങ്കിൽ മൈസ്തീനിക് ക്രൈസിസ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ട്. എന്താണത്? അതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അപ്പം മൈസ്തീനിയ ഗ്രേവിസ് ഉള്ള പേഷ്യൻ്റ് പെട്ടെന്ന് തന്നെ അവർക്കൊരു ഫീവർ വന്നു, അതല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, ഒരു ട്രോമ ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ദേ ഡെവലപ്പ് സിവിയർ മൈസ്തീനിയ ഗ്രേവിസിൻ്റെ ഒരു സിവിയർ ഒരു കണ്ടീഷനിലേക്ക് അവർ മാറുന്നു. അപ്പോൾ അതാണ് മൈസ്തീനിക് ക്രൈസിസ് എന്ന് പറയുന്നത്. ഗില്ലൻ ബാരിയിൽ അങ്ങനെയില്ല, പക്ഷെ റെസ്പിറേറ്ററി ഫെയിലിയർ ഈസ് പോസിബിൾ. കാരണം മുകളിലോട്ട് വരുന്നതിനനുസരിച്ച് വീക്ക്നെസ് ആയിട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ആയി പോവർക്ക്. സോ ട്രീറ്റ്മെൻറ്റ് ഫോർ മൈസ്തീനിയ ഗ്രേവിസ് എന്താ? ആൻറ്റികോളിനെസ്റ്റേസ് ഡ്രഗ് which will act on the neuromuscular junction. പിന്നെ steroids to reduce the inflammation. ഗില്ലൻ ബാരിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ അഴുക്ക ആൻറ്റിബോഡീസിനെ മാറ്റാനായിട്ട് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കാം, പ്ലാസ്മനെ എടുത്ത് കഴുകി തിരിച്ചു കൊടുക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു കണ്ടീഷൻസ്. Now let us look at the disease conditions of the endocrine system. ആദ്യം തന്നെ ഡയബറ്റിസ് ഇൻസിപ്പിഡസിൽ നിന്ന് തുടങ്ങാം. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്താ? ADH ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ്. അത് സെൻട്രൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസും ഉണ്ട്, നെഫ്രോജനിക്കും ഉണ്ട്. സെൻട്രൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എഫക്റ്റിംഗ് യുവർ ബ്രെയിൻ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറിയുമായിട്ട് കണക്റ്റഡ് ആണ്. നെഫ്രോജനിക് എന്ന് പറഞ്ഞാൽ റീനൽ കണക്റ്റ്. അപ്പോൾ ആ രണ്ട് തരത്തിലുള്ള ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ട്. ഇവിടെ എന്താണ്? ADH ഡെഫിഷ്യൻസിയാണ് കാരണം. അത് കാരണം എന്ത് പറ്റും? പോളിയൂറിയാണ്, ഭയങ്കര ലൈറ്റായിട്ടുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി കുറഞ്ഞ യൂറിനാണ് പാസ് ചെയ്യുന്നത്. 5 മുതൽ 20 ലിറ്റർ വരെ ഒരു ദിവസം പാസ് ചെയ്യാം. അപ്പോൾ വെള്ളം എല്ലാം ഇങ്ങനെ പോയി കഴിയുമ്പോൾ ശരീരത്തിൽ സോഡിയത്തിന് എന്ത് പറ്റും? സോഡിയം കോൺസെൻട്രേറ്റഡ് ആവും അല്ലേ? ഹൈപ്പർ നെട്രീമിയ. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇലക്ട്രോലൈറ്റ് എങ്ങനെയാണ് സോഡിയത്തിൻ്റെ ബാലൻസ് എന്നുള്ളത്. അപ്പോൾ ശരീരത്തിൽ ഒത്തിരി സോഡിയം കിടക്കുമ്പോൾ അവർക്ക് എന്ത് ഫീൽ ചെയ്യും? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും അല്ലെ? ഒരുപാട് ഉപ്പിങ്ങനെ ശരീരത്തിൽ കിടന്ന് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം, അപ്പോൾ തേഴ്സ്റ്റ് ഉണ്ടാവും. പിന്നെ ഡീഹൈഡ്രേഷൻ. ഓക്കെ, ഒത്തിരി വെള്ളം ഇങ്ങനെ പോയില്ലേ, പോളിയൂറിയ ആയപ്പോൾ വെള്ളം പോയി, ഡീഹൈഡ്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഹൈപ്പോ ടെൻഷനായി. അതുപോലെ ഹൈപ്പർ ഓസ്മോളാരിറ്റി. ഡീഹൈഡ്രേഷൻ വരുമ്പം ഒബ്വിയസ്ലി ഹൈപ്പർ ഓസ്മോളാരിറ്റി, ദാറ്റ് ഈസ് മോർ ദാൻ 300 മില്ലി ഓസ്മോൾസ് പെർ kg. സോ ഹൗ ഡു യു മാനേജ്? ADH ഡെഫിഷ്യൻസി ആകുമ്പോൾ ആർട്ടിഫിഷ്യലി നമ്മൾ ADH കൊടുക്കണം. ഡെസ്മോപ്രസിൻ ആണ് ഒരു സിന്തറ്റിക് ADH. പിന്നെ തൈസൈഡ് ഡയററ്റിക്സ് which is given for nephrogenic diabetes insipidus. Then hydration, because they are dehydrated, so give hydration. അടുത്ത സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ആൻറ്റി ഡയററ്റിക് ഹോർമോൺ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ എന്താ പറ്റുന്നത്? ADHൻ്റെ എക്സസ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പോളിയൂറിയ ആണെങ്കിൽ ഇവിടെ എന്ത് പറ്റും? വാട്ടർ റീറ്റെയിൻ ചെയ്യും, പോകത്തില്ല, അകത്ത് ശരീരത്തിൽ തന്നെ റീറ്റെയിൻ ചെയ്യുമ്പം സോഡിയത്തിന് എന്ത് പറ്റും? ഡൈല്യൂഷണൽ ഹൈപ്പോനെട്രീമിയ. ഒരുപാട് വെള്ളത്തിൽ സോഡിയം, നമുക്ക് ഒരു സ്പൂൺ സോഡിയമാണ് ഒരുപാട് വെള്ളത്തിലാകുമ്പോൾ അത് ഡൈല്യൂട്ട് ആകത്തില്ല. അതുപോലെയാണ് ഈ SAIDHലും സംഭവിക്കുന്നത്. അപ്പോൾ ഹൈപ്പോനെട്രീമിയ if you check, it will be less than 135 milliequivalents per liter. So here clinical manifestations: nausea, confusion and seizures. പിന്നെ വാട്ടർ റീറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എഡീമ. Then there will be increased urine sodium, okay, which is more than 20 milliequivalents per liter. സോ യൂറിനിൽ കൂടെയും സോഡിയം പോകുന്നത് കൊണ്ട് ഹൈപ്പോനെട്രീമിയ വരും. രണ്ടാമത്തെ റീസൺ ഡൈലൂഷണൽ ഹൈപ്പോനെട്രീമിയ. സോ 2 കോസസ് ആണ് അവിടെ. അടുത്തത് മാനേജ്മെൻറ്റ് എന്താ ചെയ്യേണ്ടത്? ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ. ബിക്കോസ് ഒത്തിരി ഫ്ലൂയിഡ് ബോഡിയിലുള്ളത് കൊണ്ട് തന്നെ 800 to 1000 ml per day. അതുപോലെ യു ക്യാൻ ഗിവ് ഹൈപ്പർട്ടോണിക് സലൈൻ ബാലൻസ് ചെയ്യാനായിട്ട്. സോഡിയം കുറവാ അല്ലേ, അപ്പോൾ നമുക്ക് ഹൈപ്പർട്ടോണിക് സലൈൻ കൊടുക്കാം. only if sodium is less than 120. അടുത്ത ഡെമിക്ലോസൈക്ലിൻ ഓൾസോ ഇസ് എ ഡ്രഗ് ഓഫ് ചോയ്സ്.
Next comes hyperthyroid abnormalities and hyperthyroidism, where the T3 and T4 is high and TSH is low. Graves disease, toxic nodular goiter ഒക്കെയാണ് കോസസ്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസിൽ എന്താണ്, മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ കൂടുതലല്ലേ, അപ്പോൾ വെയിറ്റ് ലോസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഹീറ്റ് ഇൻടോളറൻസ്, ശരീരത്തിൽ തന്നെ ഭയങ്കര ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഒട്ടും ഹീറ്റ് താങ്ങാൻ പറ്റത്തില്ല. ദെൻ എല്ലാം ഹൈപ്പർതൈറോയിഡിസത്തിൽ എല്ലാം കൂടുതൽ അല്ലേ, ഹാർട്ട് റേറ്റ് കൂടുതൽ, റെസ്പിറേഷൻസ് കൂടുതൽ, ടാക്കിക്കാർഡിയ, ട്രെമേഴ്സ്, റെസ്റ്റ്ലെസ്നെസ്, ഇറിറ്റബിലിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഒപ്പം തന്നെ എക്സോഫ്താൽമോസ്, അതെന്താ, പെരി ഓർബിറ്റൽ ഫ്ലൂയിഡ് കളക്ഷൻ കൊണ്ടാണ് ആ കണ്ണിങ്ങനെ ബൾജ് ചെയ്ത് വരുന്നത്. ദെൻ ആൻറ്റി തൈറോയിഡ് ഡ്രഗ്സ് എന്തൊക്കെയാണ് ഇത് ചോദിച്ചിട്ടുണ്ട്, മെത്തമസോളും പ്രൊപ്പൈൽ തൈറോയാസിലും. So anti-thyroid drugs. Then beta blockers like propranolol can be given to reduce the heart rate and things. And radio iodine orally കൊടുക്കാം, അല്ലെങ്കിൽ surgery to reduce the overactive thyroid cells. Then hypothyroidism, ഇവിടെ T3 T4 കുറവ്, TSH കൂടുതലാണ്. മെയിൻ കോമൺ കോസ് ഏതാണ്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. ഓക്കെ, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ കംസ് അയോഡിൻ ഡെഫിഷ്യൻസി. അപ്പോൾ ഇവിടെ എന്താ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, നേരെ ഓപ്പോസിറ്റാണ് മറ്റേൻ്റെ. ഇവിടെ വെയിറ്റ് ഗെയിൻ ചെയ്യും, കോൾഡ് ഇൻടോളറൻസ് ആണ്, തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റില്ല. പിന്നെ ബാക്കി എല്ലാ ആക്ടിവിറ്റീസും കുറവാണ്, പതുക്കെ ലെതാർജിക്കാണ് ഇവർ, ബ്രാഡിക്കാർഡിയാണ്, ഒരു കാര്യം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ എടുക്കും. അതുപോലെയാണ്, വളരെ സൈക്കോമോട്ടർ റിട്ടാർഡേഷൻ ആണ് ബേസിക്കലി. മിക്സെഡീമ ആൻഡ് fatigue. So these are all the manifestations. Then levothyroxine is the drug of choice. പിന്നെ നമ്മൾ every 3 months keep monitoring TSH and accordingly the dosages can be adjusted. പിന്നെ തൈറോയിഡക്ടമി കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് അറിയോ, തൈറോയിഡക്ടമി കഴിയുമ്പോൾ ബൈ മിസ്റ്റേക്ക് ചിലപ്പം പാരതൈറോയ്ഡ് തൊട്ട് ബാക്കിൽ ഇങ്ങനെ കൂടിയിരിക്കുമല്ലേ, അപ്പോൾ അതും കൂടെ ചിലപ്പം കട്ട് ചെയ്ത് പോകാം. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോ കാൽസീമിയ വരും, അതിനെ മോണിറ്റർ ചെയ്യണം. എന്തൊക്കെയാണ് മാനിഫെസ്റ്റേഷൻസ്, കൈകാലൊക്കെ ഇങ്ങനെ ടിങ്ക്ലിങ്, പിൻസ് ആൻഡ് നീഡിൽ സെൻസേഷൻസ് ആവും, കാർപ്പോപീഡൽ സ്പാസം. സോ ഈ ചോസ്റ്റക് സൈനും ട്രോഷ്യസ് സൈനുമാണ് ക്ലാസിക് സൈൻസ് ഓഫ് ടെറ്റനി. ടെറ്റനി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈപ്പോ കാൽസീമിയയുടെ ഒരു മാനിഫെസ്റ്റേഷനാണ് ടെറ്റനി. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ചോസ്റ്റക് സൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ചീക്ക്, രണ്ടിലും സി ഉണ്ട്, ചീക്കിൽ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫേഷ്യൽ മസിൽസ് ട്വിച്ചിങ് ആവും. ഈ പടത്തിൽ കാണാമല്ലോ, ഇവിടെ ഇട്ട് കൊട്ടുമ്പോൾ എന്താ, ഇവിടെ നമ്മൾ ഫേഷ്യൽ നെർവിനെയാണ് കൊട്ടുന്നത് ചീക്കിൻ്റെ അവിടെ. അപ്പോൾ ഫേഷ്യൽ മസിൽ ട്വിച്ച് ചെയ്യും, ഇവിടെ ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുന്നത് നമുക്കിങ്ങനെ വിറയ്ക്കുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ചോസ്റ്റക് സൈൻ. ട്രോഷ്യസ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താ, കയ്യിൽ നമ്മൾ BP സാധാരണ കെട്ടാൻ കഫ് കെട്ടത്തില്ലേ, അതുപോലെ കെട്ടി വെച്ചിട്ട് BP പ്രഷർ അങ്ങോട്ട് കൂട്ടി കഴിയുമ്പോൾ കൈ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ഒരു മടങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ഉണ്ടാവും. അതാണ് ട്രോഷ്യസ് സൈൻ. അതിനെ പറയുന്നതാണ് കാർപ്പോപീഡൽ സ്പാസം. ഓക്കെ, സോ ടെറ്റനിയിൽ നമ്മൾ IV കാൽഷ്യം ഗ്ലൂക്കണേറ്റ് കൊടുക്കും. വൈറ്റമിൻ D ആൻഡ് ലോ ഫോസ്ഫേറ്റ് ഡയറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് കമ്മിങ് ടു ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ്. ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ്. ആൻഡ് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ കൊടുത്തില്ലെങ്കിൽ അവർ മരിച്ചു പോകും. So there is a risk of diabetic ketoacidosis. What are the manifestations? Polyuria, polydipsia, weight loss, രണ്ടിലും ഒരുപോലെ തന്നെയാണുള്ളത് അത്. ആൻഡ് ഹൈപ്പർഗ്ലൈസിമിയ ഇവിടെ എന്താ, മോർ ദാൻ 250 milligram per deciliter. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. സോ വി ഹാവ് ടു ഗിവ് ഇൻസുലിൻ ആൻഡ് മോണിറ്റർ ദ കീറ്റോൺസ്, DKA ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് യു ഹാവ് ടു കീപ് മോണിറ്ററിങ് ദ കീറ്റോൺസ്. അടുത്ത ടൈപ്പ് 2 ഡയബറ്റീസിലാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അവിടെ റീസൺ. ആൻഡ് ഹൈപ്പർഗ്ലൈസിമിക്, ഹൈപ്പറോസ്മോൾ, നോൺ കീറ്റോട്ടിക് അസിഡോസിസ് വരാനുള്ള റിസ്ക് ഇവിടെ കൂടുതലാണ്. So this develops gradually. Obesity, infections, neuropathy, all these are the problems here. And metformin ആണ് നമ്മുടെ drug of choice. What does it do? It improves the insulin sensitivity of the muscles.
ദെൻ ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡയബറ്റിക് കീറ്റോഅസിഡോസിസിൽ ഗ്ലൂക്കോസ് വിൽ ബി മോർ ദാൻ 250, കീറ്റോൺസ് കൂടുതലാണ്, അസിഡോട്ടിക്കുമാണ്, പി എച്ച് എസ് ലെസ് ദാൻ 7.3. അപ്പോൾ DKA വരുമ്പോൾ എന്താണ്? കുസ്മൽസ് റെസ്പിറേഷൻ. കുസ്മൽസ് റെസ്പിറേഷനിൽ ഫ്രൂട്ടി ബ്രീതിങ് ആണ്. ഒരു എന്താ പറയുക, ഫ്രൂട്ടിൻ്റെ സ്മെല്ല് വരും ബ്രെത്തിൽ. ആൻഡ് അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇവിടെ കുസ്മൽസ് റെസ്പിറേഷൻ ഡീപ്പ് റാപ്പിഡ് റെസ്പിറേഷൻസ് ആണ് കുസ്മൽസ് റെസ്പിറേഷൻ. ഈ ഉള്ള അസിഡോസിസ് ആണല്ലോ. അപ്പം ഇതെല്ലാം വെളിയിലേക്ക് കളയാൻ വേണ്ടിയിട്ട് ലങ്സ് ചെയ്യുന്ന ഒരു കോമ്പൻസേറ്ററി മെക്കാനിസമാണ്. സോ ദാറ്റ്സ് വൈ ദേ ഗെറ്റ് ദാറ്റ് ഫ്രൂട്ടി ബ്രെത്ത്. ദെൻ ഡീഹൈഡ്രേഷൻ ആൻഡ് കൺഫ്യൂഷൻ. സോ ഹിയർ വി ഹാവ് ടു മാനേജ് ദി IV ഫ്ലൂയിഡ്സ് ആൻഡ് പ്രൊവൈഡ് ഇൻസുലിൻ ഡ്രിപ്പ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആൻഡ് ഓൾസോ കറക്റ്റ് ദ ഇലക്ട്രോലൈറ്റ്സ്, എസ്പെഷ്യലി പൊട്ടാഷ്യം. ഇത് ഭയങ്കര കെയർഫുള്ളായിട്ട് നമ്മൾ ടൈറ്റർ ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. ഈ ഫ്ലൂയിഡ് balance maintenance and also glucose maintenance. Okay, so that's about DKA. Now coming to hypoglycemia. ഇതും ഞാൻ പ്രീവിയസ് MCQ ഡിസ്കഷൻസിൽ കൃത്യമായിട്ടും ഹൈപ്പോഗ്ലൈസിമിയെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൽ. സോ ഹൈപ്പോഗ്ലൈസിമിയ എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് ലെസ് ദാൻ 70. സോ ഡയഫോറസിസ്, ട്രെമേഴ്സ്, കൺഫ്യൂഷൻസ് ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാം. പിന്നെ സിവിയർ കേസസിലാണെങ്കിൽ സീഷേഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 15 gram ഫാസ്റ്റ് ആക്ടിങ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ആദ്യം കൊടുക്കുക. പിന്നെയാണ് ഇപ്പം ബോധം കെട്ട് കിടക്കുകയാണെങ്കിലൊക്കെ ഉള്ളൂ ഗ്ലൂക്കോഗൺ ഇഞ്ചെക്ഷൻസ് IM കൊടുക്കുക. അപ്പോൾ 15 gram അത് ഫാസ്റ്റ് ആക്ടിങ് ആണ്. ഷുഗറോ അല്ലെങ്കിൽ ക്യാൻഡിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ. ദി ബെസ്റ്റ് ഇസ് ജ്യൂസ് ഓർ പ്ലെയിൻ ഷുഗർ. ദെൻ കുഷിങ് സിൻഡ്രോം. കുഷിങ് സിൻഡ്രോമിൽ കോർട്ടിസോൾ എലിവേഷൻ ആണ്. അത് അഡ്രിനൽ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ട്യൂമർ ആവാം. പിന്നെ സ്റ്റീറോയിഡ്, വെളിയിൽ നിന്ന് നമ്മൾ സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻസോ ടാബ്ലറ്റോ ആയിട്ട് കൊടുക്കുമ്പോഴും ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ കുഷിങ് സിൻഡ്രോമിൽ എന്താണ്, മൂൺ പോലത്തെ ഫേസ് ആണ്, ബഫല്ലോ ഹമ്പ്, ബാക്ക് സൈഡിൽ ടിഷ്യൂ എഡിമ പോലെ ഇങ്ങനെ ഹമ്പ് ആയിട്ട് ഉണ്ടാവും. ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ ഗ്ലൈസിമിയ ആൻഡ് തിൻ സ്കിൻ. സോ ഇവിടെ ഇപ്പോൾ ഈ ട്യൂമർ പിറ്റ്യൂട്ടറി അഡ്രിനൽ ട്യൂമർ ആണെങ്കിൽ അത് സർജിക്കലി വി ഹാവ് ടു റിമൂവ്. ആൻഡ് കീറ്റോകോണസോൾ if there is a steroid excessive intake or something, so that is to inhibit the cortisol. Next is Addison's disease. Addison's diseaseil endana cortisol korava and adrenal crisis oru prashnamana, medical emergency another. So here hyperpigmentation, bronze skin എന്നൊക്കെ പറയും. bronze skin becomes hyperpigmented. There is hypotension, hyponatremia and hyperkalemia. ഈ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഓർത്ത് വെച്ചോളാം. ആക്ഷൻ ഇത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോകോർട്ടിസോൺ കൊടുക്കാം ആൻഡ് ഹൈ സോൾട്ട് ഡയറ്റ്. The next is pheochromocytoma, which is a tumor that produces catecholamine. The tumor develops in the adrenal medulla. So ഇവിടെ ഇടയ്ക്ക് episodic hypertension, headache, diaphoresis and palpitation they will show. നമ്മൾ കൊടുക്കുന്നത് ആൽഫ ബ്ലോക്കേഴ്സ് ആണ്, ഡ്രഗ്സ്, and remove the tumor surgically. So that is about the quick recap of CNS disorders and endocrine disorders. Thank you very much.